എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനെത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. വികസന ഫണ്ട് എന്ന പേരിൽ 500 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഡ്മിഷൻ ഫീസ് ഇനത്തിൽ 50 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. 3000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും നിർധന കുടുംബാംഗങ്ങളുമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KSU നേതാക്കളായ അക്ഷയ് വെള്ളറക്കാട്, ഷിയാസ് ചിറ്റണ്ട എന്നിവർ സ്കൂളിൽ നേരിട്ടെത്തി പ്രധാന അധ്യാപികയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഫീസ് വാങ്ങിയിട്ടുള്ളതെന്നും നിർബന്ധമായി ആരിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ലെന്നും പരാതിയുള്ളവരുണ്ടെങ്കിൽ ഫീസായി വാങ്ങിയ തുക തിരികെ നൽകാമെന്നും പ്രധാന അധ്യാപിക ഉറപ്പു നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. 1-2 രക്ഷിതാക്കള് ഇന്നലെ ഞങ്ങളെ വിളിച്ച് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധിത പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് HM-ആയിട്ട് സംസാരിച്ചു. HM പറഞ്ഞു അതൊരിക്കലും നിർബന്ധ ഫണ്ടല്ല, ഞങ്ങളത് ചേർത്തുന്ന കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ അഡ്മിഷൻ എടുത്ത് പോയ ഒരു കുട്ടികളോടും ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് ഇത് നിർബന്ധിത ഫണ്ടല്ല, ഇത് അടക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. 550 രൂപയുടെ റെസീറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. ആ സംവിധാനം നിർത്തലാക്കാൻ HM-മായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഒരു കാരണവശാലും താല്പര്യമില്ലാത്ത ഒരു രക്ഷിതാക്കളും 500 രൂപ വികസന ഫണ്ട് എന്നുള്ള പൈസ ഇവിടെ അടക്കേണ്ടതില്ല. ഇനി മുൻ ദിവസങ്ങളിൽ അടച്ചുപോയ രക്ഷിതാക്കൾക്ക് ആർക്കെങ്കിലും ആ ഫണ്ട് തിരികെ വേണമെങ്കിൽ അതും ഇവിടെ HM-മായി ബന്ധപ്പെട്ട ഫണ്ട് തിരിച്ചു ലഭിക്കുന്നതാണ്. ഈ സ്കൂളിനെ മറയാക്കി ഈ നടത്തുന്ന ഈ കൊള്ള അത് PTA-യും മറ്റും ഇടപെട്ട് നിർത്തലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അഡ്മിഷൻ നടത്തുന്ന ക്ലാസ് മുറിക്ക് മുന്നിൽ വികസന ഫണ്ട് 500 രൂപ നിർബന്ധമില്ലെന്ന പോസ്റ്ററും സ്കൂളിൽ പതിച്ചിട്ടുണ്ട്.